ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്താണെന്നറിയോ, നല്ല സ്പെഷ്യൽ ഒരു ഐറ്റംസ് ആണ് കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നിങ്ങൾക്ക്. കുറേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഒരു അരിയുണ്ട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് ഈ തണുപ്പ് കാലത്ത് നല്ലതാണ്, കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സുകളാണ്. നമ്മളടുത്ത് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തത് ഇതൊക്കെയാണ്. മക്കാനയുണ്ട്, പിന്നെ ബദാമുണ്ട്, കാഷ്യൂ, പിന്നെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, സൺഫ്ലവർ സീഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് പൊടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ തേങ്ങ ചിരവിയത്. തേങ്ങയൊക്കെ നാട്ടിലുള്ളവരാണെങ്കിൽ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടാവുമല്ലോ. അപ്പം എനിക്കിവിടെ കുറച്ചോ തേങ്ങ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർത്തിട്ടുള്ളേ. എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒരു വലിയൊരു പാത്രത്തിലാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. അപ്പം അങ്ങനെ വലിയൊരു പാത്രത്തിലേക്ക് പൊടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് എല്ലാം കൂടെ എടുത്തിട്ട് കുഴയ്ക്കാൻ സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇതാക്കണ്ട, മഖാനയൊക്കെ നമ്മൾ ഒരുപാട് എടുത്ത് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അത് നമ്മൾ പൊടിക്കുമ്പോൾ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ മഖാന ചേർക്കുന്നത് നല്ലതുമാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാ ഇതും ഞാൻ വറുത്തിട്ട്, ഇതൊക്കെ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ വറുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ പൊടിക്കുന്നത്.
എല്ലാ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പൊടിച്ചതിന് ശേഷം ഞാൻ നമ്മളെടുത്ത് വെച്ച തേങ്ങയില്ലേ, തേങ്ങ അങ്ങനെ അതിലിട്ടിട്ട് ചതച്ച് അങ്ങനെ അതിൻ്റെ കൂടത്തിൽ ചേർക്കും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല ഇതായിട്ട് വരിക. അങ്ങനെ അരയ്ക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അങ്ങനെ ചതച്ച പോലെ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ 2 ഏലക്കായും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ അല്ലേ, ഏലക്കായും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതാ ലാസ്റ്റ് നമ്മുടെ ഡേറ്റ്സ് ചേർക്കണം കേട്ടോ. അത് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പം ഡേറ്റ്സ് ചേർക്കണേ കൊണ്ട് നമ്മളെ ശർക്കരയല്ലേ, അതിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതിയെ. ഒരുപാട് മധുരമായ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് നമ്മൾ ശർക്കരപ്പാനിയില്ലേ ഉരുക്കി വെച്ച് അതും കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോ ഉരുളകളാക്കി വെക്കും. അപ്പോൾ ഞാൻ ഇത് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അത് പിറ്റേ ദിവസം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരൊറ്റ ദിവസം തന്നെ അത് മുഴുവനാക്കാൻ എനിക്ക് ഇങ്ങനെ കൈകൊണ്ട് കുഴക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെച്ചത്. അപ്പോൾ അത് ഒന്നും ആവില്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അങ്ങനെ ഞാനത് ബാക്കിയുള്ളത് ശർക്കരപ്പാവ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് ലാസ്റ്റ് വരിക. അപ്പോൾ ഇത് സംഭവം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ എങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എൻ്റെ കുട്ടികൾ കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.